ഷായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ആധ്യാത്മികതയുടെ 3 തൂണുകൾ, 3 സെൻട്രൽ പില്ലേഴ്സ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് തിരുവചനത്തിലൂടെ ഷെയർ ചെയ്യുകയാണ്. എന്തൊക്കെയാണത്? ഈ 3 കാര്യങ്ങൾ: 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 ദാനധർമ്മം. ആദ്യത്തെ കാര്യം, നമുക്ക് പ്രാർത്ഥന എടുക്കാം. എന്താണ് പ്രാർത്ഥന? എന്തിനാണ് പ്രാർത്ഥന? എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ചിലരൊക്കെ ചോദിക്കും, ദൈവത്തിനെല്ലാം അറിയാൻ പാടില്ലേ, പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കണതെന്ന് ചോദിച്ച് സൗകര്യപൂർവ്വം പ്രാർത്ഥനയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുണ്ട്. അവരുടെ വിചാരം കുടുംബ പ്രാർത്ഥനയും വേണ്ട, പിന്നെ പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, ബൈബിളും വായിക്കണ്ട, വചനവും കേൾക്കണ്ട, ഇങ്ങനെ കയ്യും വീശി ലൗകികമായ കാര്യങ്ങളിൽ നടന്നാൽ മതിയെന്ന് രക്ഷപ്പെട്ട് നടക്കാൻ വേണ്ടി സൗകര്യപൂർവ്വം കണ്ടുപിടിക്കുന്ന സൂത്രങ്ങളായിട്ടാണ് പലപ്പോഴും ഇതിനെല്ലാം മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അവരറിയാതെ കൊടിയ ശത്രുവായ പിശാച് അവരുടെ മേൽ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണിതെന്ന് പോലും തിരിച്ചറിയുക. ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? മത്തായി 7:7 പറയുന്നു, ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. അപ്പോൾ ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. നമ്മൾ ചോദിക്കുകയും അന്വേഷിക്കുകയും എല്ലാം ചെയ്യണം. പക്ഷേ ഉത്കണ്ഠപ്പെട്ട് നടക്കേണ്ട കാര്യമില്ല. വീണ്ടും യേശയ്യാ പ്രവചനം 58-ാം അധ്യായം 9-ാമത്തെ വാക്യം, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും, മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. അപ്പോൾ വെറുതെ വാഗ്വിലാസമല്ല പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തട്ടുകൾ, ഒരുപാട് തലങ്ങളുണ്ട്. പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഥകടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയരഹസ്യം അറിയുന്ന ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക്. കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയുണ്ട്, ദേവാലയത്തിൽ പോയുള്ള പ്രാർത്ഥനയുണ്ട്, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുണ്ട്, യാചന പ്രാർത്ഥനയുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ പ്രാർത്ഥനകൾ അന്നുമുണ്ട്, യേശുവിൻ്റെ കാലത്തുമുണ്ട്, അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ അടുത്ത കാര്യമാണ് മത്തായി 6:6, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇത് പിടിച്ചു വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളെപ്പോലെ ആൾക്കാരെ കാണിക്കാനല്ല പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് വചനവും പിടിച്ചു വെച്ച് എസ്കേപ്പിസം രക്ഷപ്പെടുന്നവരുണ്ട്. അത് പ്രാർത്ഥനയുടെ ഒരു തലം മാത്രമാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യും, ചിലപ്പോൾ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കും, ചിലപ്പോൾ കൂട്ടായ്മയിൽ പോകും. ഇതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു തലം മാത്രമാണിത്. വിശുദ്ധ ജോൺ മരിയ വിയാനി പഠിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിയെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യം പോയിന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പക്ഷിക്ക് ചിറകില്ലെങ്കിൽ അതിനെ മറ്റ് ജീവജാലങ്ങൾ വേട്ടയാടി കൊണ്ടുപോകും. അതുപോലെ അതിന് സുരക്ഷിതത്വം കിട്ടത്തില്ല, ഇരതേടി പോകാൻ കഴിയത്തില്ല, സ്ഥലം തേടാനായിട്ട് സാധിക്കത്തില്ല, അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ആകെ ഒരു കെട്ടവസ്ഥ, ചിറകില്ലാത്ത പക്ഷിയെ പോലെ. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകളാണെന്ന് കൂടെ ഓർക്കണം. വീണ്ടും പ്രഭാഷകൻ 27:3 പറയുന്നുണ്ട്, എന്തുകൊണ്ട് പ്രാർത്ഥന വേണം, എന്തിനു വേണമെന്ന്. പ്രഭാഷകൻ 27:3 പറയുന്നു, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവഭക്തിയെ ഉണർത്തുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയാണ്. അപ്പോൾ നാശങ്ങൾ ആരംഭിച്ച് നശിച്ചു കഴിയുമ്പോഴല്ല, നശിക്കുന്നതിന് മുൻപേ ഈ രക്ഷയുടെ വാതിൽ തുറന്ന് ഇരിക്കുകയാണ്. അതിലൂടെ പ്രവേശിക്കാനായിട്ട് സാധിക്കണം. വീണ്ടും എഫേസസ് 6:18 പറയുന്നു, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ
എപ്പോഴും പ്രാർത്ഥന ആവശ്യമുണ്ട്. കഴിഞ്ഞ ദിവസം IELTS പരീക്ഷ എഴുതി മതിയായ ഒരു കുട്ടി ഇവിടെ പ്രാർത്ഥനക്കായിട്ട് വിളിച്ചപ്പോൾ എൻ്റെ വൈഫിൻ്റെ നമ്പറിലാണ് വിളിച്ചത്. അവൾ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തതിലെ പ്രധാന പോയിൻ്റ് ഇതായിരുന്നു: ഇതേ പരീക്ഷ ഇതേ വിഷയത്തെ സംബന്ധിച്ച് പൈസ ചിലവാക്കിയും പരീക്ഷ എഴുതിയും മടുത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി അവരുടെ വിഷമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണേ ഈശോയെ, എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതേ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അത്ഭുതമായി പോയി, ഞാൻ എത്ര പ്രാവശ്യം എഴുതിയതാണ്, ഇത് ഭയങ്കര അത്ഭുതമായി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വിജയം കിട്ടി എന്ന് പറഞ്ഞാൽ ഇയാൾ കൈ നീട്ടി ഇരുന്നല്ല, ഒന്നും ചെയ്തില്ല, പരീക്ഷ എഴുതിയില്ലെന്നല്ല, പരിശ്രമിക്കുകയും ചെയ്തു, മറ്റുള്ളവരുടെ വിഷമങ്ങൾ സമർപ്പിച്ച്. ഇതുപോലെ പരാജയപ്പെട്ടവരും പൈസ ചിലവാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഫീസൊക്കെ കെട്ടണം, ജയിക്കാതെ പോയവരുടെ വിഷമം, കടം പേടിച്ചു പോലും ലോണെടുത്തൊക്കെ അടച്ചിരിക്കുന്നവരും ഉള്ള ജോലി നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരുണ്ട്. ആ വേദന ഈശോ ഏറ്റെടുക്കണേ, അവരെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ കുട്ടി വിജയിച്ചു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു സാക്ഷ്യം വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് വിഷയമുണ്ട്. ചന്ദനത്തിരിയുടെ പരസ്യത്തിൽ കണ്ടൊരു വാക്യം ഇതാണ്: പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ ഒരുപാട് വിഷമങ്ങളും കാരണങ്ങളും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കണ്ടെത്തണം. അവരുടെ കുറ്റം കുറവുമല്ല, നമ്മളെക്കാൾ ഒത്തിരി വിഷമിക്കുന്ന അനേകരുണ്ട്. യാക്കോബ് 5:16 പറയുന്നു, 5:16, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ കുമ്പസാരം പോലെയുള്ള കൂദാശകളൊക്കെ നമുക്ക് ഒത്തിരി സാധിക്കും. പ്രത്യേകിച്ച് ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഏറ്റവും ഈശോയോട് തൊട്ടുരുമ്മി ഈശോയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവം. അതിന് വിശുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. മുടക്കം കൂടാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അത്രയ്ക്ക് നല്ലത്. വിശുദ്ധ അന്തോനീസിൻ്റെ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത് ഓർക്കുകയാണ്. ഈ അന്തോനീസിൻ്റെ അമ്മ അന്തോനീസിനെ കുഞ്ഞായിരുന്നപ്പോൾ, ഗർഭിണിയായിരുന്നപ്പോൾ ധാരാളം ജപമാല ചൊല്ലുമായിരുന്നു. 12ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് പിശാചിനെ ബഹിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പവർ എവിടെ നിന്ന് കിട്ടി? അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോഴേ പ്രാർത്ഥനയിലൂടെയാണ് ഈ അമ്മ കുഞ്ഞിനെ വളർത്തിയത്. അതിൻ്റെ സംരക്ഷണം കുഞ്ഞ് പുറത്ത് വന്നപ്പോഴും വെറും 12ാമത്തെ വയസ്സിൽ ഡെലിവറൻസിനുള്ള അഭിഷേകം. അപ്പോൾ യൂദാസ് എഴുതിയ ലേഖനത്തിൽ 20ാമത്തെ വാക്യം, ഈശോയുടെ ശിഷ്യനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ്, ഒറ്റ അധ്യായമേ ഉള്ളൂ, 20ാമത്തെ വാക്യം: എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചാൽ അളവില്ലാത്ത ദൈവശക്തി നമ്മളിലും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലും സംസാരിക്കുന്നവരിലും കാണുന്നവരിലും കണ്ടുമുട്ടുന്നവരിലും എല്ലാം വ്യാപരിക്കും. നമ്മളൊന്ന് പറഞ്ഞു വിടാൻ പോലും അവർക്ക് തോന്നത്തില്ല. അതേസമയം ദൈവാഭിഷേകം, ദൈവശക്തി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആളുകൾ ഓടി രക്ഷപ്പെടും. കണ്ടാൽ മതിയാകത്തില്ല, മിണ്ടിയാൽ മതിയാകത്തില്ല, കൊതി തീരുമില്ല, പോകല്ലേ എന്ന് പറയും, പ്രാർത്ഥിക്കണേന്ന് വിളിച്ചു പറയും. പ്രാർത്ഥിച്ച കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ അത്ഭുതം നടന്നു, ഇത് ഭയങ്കര അത്ഭുതമായിപ്പോയി, എത്ര പേരോട് പറഞ്ഞ കാര്യമാണ്, സഹോദരിയോട് പറഞ്ഞപ്പോൾ തന്നെ ദൈവം ഇടപെട്ടു. അതാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പവിത്രമായ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? അഭിവൃദ്ധി പ്രാപിക്കണം. ആ നിൽക്കുന്നിടത്ത് തന്നെ കിടന്നാൽ പോരാ, അല്ലേ? അതിൽ കെട്ടിയിടപ്പെട്ട അവസ്ഥയല്ല വേണ്ടത്. വിശ്വാസത്തിൽ, പ്രാർത്ഥന വഴി വിശ്വാസത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ 3 സെൻട്രൽ പില്ലേഴ്സ് ഓഫ് സ്പിരിച്വാലിറ്റി, പ്രാർത്ഥനയുടെ ഒന്നാമത്തെ, നമ്മുടെ ആധ്യാത്മികതയുടെ ഒന്നാമത്തെ തൂണ്, കേന്ദ്ര ആ ഒരു തൂണ് ഏതാണ്, പില്ലർ ഏതാണ്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലെങ്കിൽ ആകെ പോയി. എന്നോടൊരു വ്യക്തി പറഞ്ഞതാ, പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, നല്ല ആധ്യാത്മിക അഭിഷേകമായിരുന്നു, എന്ന് പ്രാർത്ഥനയിൽ നിന്ന് മടുപ്പ്, എന്ന് പ്രാർത്ഥന കുറഞ്ഞു പോയോ അന്ന് തൊട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രശ്നങ്ങളും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാകും. പക്ഷേ പ്രാർത്ഥന നമ്മളെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന ചിറകുകളാണ്.
ഇത് അനുഭവിച്ചറിഞ്ഞവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്തുതിഗീതങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കും, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന, യേശുവിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ ഇതാ ഒരു കല്ലേറ് ദൂരം മാറി പ്രാർത്ഥിച്ചു, ശിഷ്യന്മാരോട് കൂടെ പോയി പ്രാർത്ഥിച്ചു, അപ്പം വർദ്ധിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, ലാസറിനെ ഏർപ്പിക്കാനായിട്ട് വന്നപ്പോൾ പ്രാർത്ഥിച്ചു, അന്ത്യ അത്താഴത്തിൽ പ്രാർത്ഥിച്ചു, കുരിശിന്മേൽ കിടന്ന് പ്രാർത്ഥിച്ചു, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു, മലമുകളിൽ കയറി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ജീവിതം മുഴുവൻ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്രമാത്രം പ്രാർത്ഥനയുണ്ടെങ്കിൽ അയാൾക്ക് നിലനിൽക്കാൻ പറ്റൂ എന്ന് യേശുവിൻ്റെ ജീവിതം വഴി നമുക്ക് കാണിച്ചു തരികയാണ്. ഇതിനേക്കാൾ വലിയ മാതൃക, റോൾ മോഡൽ നമുക്ക് ഈ ലോകത്ത് വേറെ ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ട് ഒത്തിരി വളരാനൊക്കെ ആഗ്രഹിക്കുന്നവർ ലൂക്കായുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് പറയുന്നത്, ലൂക്കായുടെ സുവിശേഷമൊക്കെ നിരന്തരം വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം പ്രാർത്ഥനയെക്കുറിച്ചുള്ള വ്യക്തമായ ഉപമകൾ അതിൽ കൊടുക്കുന്നുണ്ട്. ചുങ്കക്കാരൻ മാറത്തടിച്ച് പ്രാർത്ഥിച്ചതും വിധവയുടെ പ്രാർത്ഥനയും അല്ലേ. ലൂക്കാ 18:1 പറയുന്നുണ്ട്, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ, തടസ്സം കൂടാതെ, നിരാശയില്ലാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് എന്ത്? ഉപവാസം. 3 പില്ലേഴ്സിനെ കുറിച്ചാണ്. 1 പ്രാർത്ഥന, 2 ഉപവാസം, 3 ദാനധർമ്മം. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് എന്ത്? ഉപവാസം. ഉപവാസം എന്താണ്? ഏശയ്യാ 58:6 പറയുന്നുണ്ട്, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. കിടക്കണം, പട്ടിണിക്ക് കിടക്കുന്നതോ, വെള്ളം കുടിക്കാതെ നടക്കുന്നതോ, മുടിയും പറപ്പിച്ച് നടക്കുന്നതോ, അതൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കും. ചിലരൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്, ശരിയായ ഉപവാസം എന്താണ്, എങ്ങനെയാണ് ഉപവാസം? നമുക്ക് കിട്ടാവുന്ന ഒരു നന്മ അത് വേണ്ടെന്ന് വെക്കുന്നതോടൊപ്പം അത് കിട്ടാത്ത അല്ലെങ്കിൽ അർഹതപ്പെട്ട ഏതെങ്കിലും പാവങ്ങൾക്ക് പങ്കുവെക്കുക. അപ്പോഴാണ് ഉപവാസം പൂർണ്ണമാകുന്നത്. നമുക്ക് ഉപേക്ഷിച്ച് കൂടാൻ പറ്റാത്ത, അല്ലെങ്കിൽ പച്ചക്കറി ആകാം, ചിലപ്പോൾ മീനാകാം, ചിലർക്ക് ഇറച്ചിയാകാം, പാലാകാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ആകാം. നമുക്ക് ഏറ്റവും കൊതിയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, ഏതെങ്കിലും നന്മകൾ അത് കിട്ടാത്ത അവരുമായിട്ട്, പാവങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് ഉപവാസം പൂർണ്ണമാകുന്നത്. ഇനി ഉപവസിക്കുകയും പങ്കുവെക്കുകയും എല്ലാം ചെയ്യും, പക്ഷേ കൂടപ്പറപ്പങ്ങളായിട്ട് മിണ്ടേമില്ല, ബന്ധുക്കളായിട്ട് എല്ലാവരുമായിട്ട് ശത്രുത, അത് ഉപവാസമാണ് അല്ല. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കണം, നുകത്തിൻ്റെ കയറുകൾ അഴിക്കണം, മർദ്ദിതരെ സ്വതന്ത്ര. ഒരു വള്ളം കെട്ടിയിട്ടിട്ട് തുഴഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് തന്നെ ആയിരിക്കും ഈ മനസാന്തരം ഇല്ലാത്ത ഉപവാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമാക്കി എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. ഏശയ്യാ 58:6 മറന്നു പോരുത്. വീണ്ടും ജോയേൽ 2:12-13 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നമ്മൾ വെള്ളം കുടിക്കാതെയും ചോറ് തിന്നാതെയും ബിരിയാണി കഴിക്കാതെയും ഇറച്ചി കൂട്ടാതെയും മട്ടൻ കൂട്ടാതെയും ഒക്കെ നടക്കുന്നത് അതുമാത്രമാണ്. അല്ല, ദൈവത്തിലേക്ക് തിരിച്ചു വരണം, എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങണം. ഭയങ്കര ഉപവാസമോ, പക്ഷേ ഭർത്താവിൻ്റെ കൂടെയും കിടക്കില്ല, ഭർത്താവിനോട് ഒരു വാക്കും മിണ്ടയില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ചാടിക്കടിക്കുന്ന, ഇത് ഉപവാസം എന്ന് പറയാൻ പറ്റുമോ? പിശാച് കൊടികുത്തി വാഴുന്ന സ്ഥലമാണ്. എന്ത് കാര്യം പറഞ്ഞു ഉപവാസത്തിൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടുന്ന അവസ്ഥ, മാറിക്കിടക്കുക, മിണ്ടാതിരിക്കുക, ഭാര്യാഭർത്തൃ ദാമ്പത്യ കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കുക, ഇതൊന്നും ഉപവാസത്തിൽ വരുന്ന കാര്യമല്ല. ഉപവാസം ഒരു ആചാരമാണ്, ദാമ്പത്യധർമ്മം ഒരു കൂദാശയാണ്, വിവാഹം ഒരു കൂദാശയാണ്. അപ്പോൾ കൂദാശയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പരസ്പരം നൽകേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത്. തിന്നാതെയും കുടിക്കാതെ ഇരിക്കുമ്പോഴും ഇതാ ഭാര്യ ഭർത്താക്കന്മാർ വിശുദ്ധിയിലും എളിമയിലും ക്ഷമയോടെയും എടുത്തു ചാടാതെയും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അടുത്ത ഉപവാസത്തിലെ അടുത്ത കാര്യമാണ്, അപ്പോൾ തിരിച്ചു വരണം. നിങ്ങളുടെ ഹൃദയമല്ല വസ്ത്രമാണ്, ഹൃദയമാണ്. നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയ പരിവർത്തനം ഉണ്ടോ, മാനസാന്തരം ഉണ്ടോ, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവുമാണോ? നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചുവെന്ന് നമ്മൾ കാണുകയാണ്. യോനാ പ്രവാചകൻ്റെ മാനസാന്തരത്തിൻ്റെ വചനങ്ങൾ കേട്ട് യോനയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, യോനയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലും ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. നിനവേക്കാർ
ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്ക് കൊടുത്തു. എനിക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു മകൻ അച്ഛനാകാൻ വേണ്ടി, പള്ളിയിൽ അച്ഛനാകാനായിട്ട് അതിൻ്റെ ഓർഡിനേഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ പല അനർത്ഥങ്ങളും ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ മാതാപിതാക്കൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉപവസിച്ച് അപ്പനും അമ്മയും ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. ആ മകൻ്റെ ഓർഡിനേഷനെല്ലാം പൂർത്തിയായ മകൻ അച്ഛനായി. അപ്പം നിനവേ നിവാസികൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞിരുന്ന തിന്മ പിൻവലിക്കുകയാണ്. തകർച്ച മാറിപ്പോവുകയാണ്. അപ്പോൾ എന്തിനാണ് ഉപവസിക്കുന്നത്? തകർച്ച മാറിപ്പോകും. മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് മക്കളുടെയൊക്കെ വിവാഹം നടക്കാതെ ഏത് നല്ല കാര്യവും വരുമ്പോൾ തടസ്സം, അപ്പനും അമ്മയും കൂടെ ആഴ്ചയിൽ ഒരു നേരമെങ്കിലും നിയോഗം വെച്ച് ഉപവസിച്ച് ഏതെങ്കിലും ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മ അവർ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അവരുടെ കെട്ടൊക്കെ തന്നെ അഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ യോന 3:10 പറയുന്നു, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ഇന്ന് നാം തിന്മയുടെ ബന്ധനത്തിലാണോ നമ്മളും നമ്മുടെ കുടുംബവും? ആ തിന്മയുടെ ബന്ധനങ്ങൾ അഴിയുന്നതിന് വേണ്ടി ഈ 3 പില്ലേഴ്സ്, ഒന്ന് പ്രാർത്ഥന, 2 ഉപവാസം, 3 ദാനധർമ്മം. എൻ്റെ അപ്പനൊക്കെ പറയാറുണ്ട്, ഈ കുട്ടികളൊക്കെ ഇല്ലാത്തവർ, വിവാഹം നടക്കാത്തവർ നല്ല കൈയഴിഞ്ഞ് അവർ ദാനധർമ്മവും ദശാംശവും പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒത്തിരി 15 വർഷം മുഴുവൻ സമയ ശുശ്രൂഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക, അങ്ങനെയുള്ളവർ അവരുടെ കെട്ടുകൾ അഴിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേസമയം ലുബ്ധും പിടിവാശിയും പിശുക്കും ദൈവത്തെ കൊള്ളടിക്കുന്ന അവസ്ഥ വെച്ചുകൊണ്ടിരുന്ന ഒന്നുകൂടെ പിശാച് അവരെ തകിടം മറിക്കുന്ന അവസ്ഥ. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥന, രണ്ടാമത്തെ കാര്യം ഉപവാസം, മൂന്നാമത്തെ കാര്യമാണ് ദാനധർമ്മം. അതിനെക്കുറിച്ച് ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ 3 തൂണുകളാണ് കേട്ടോ. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. അതിൽ ഒന്നാമത്തെ കാര്യം കേട്ടു, രണ്ടാമത്തെ കാര്യം കേട്ടു, മൂന്നാമത്തെ കാര്യം ദാനധർമ്മം. ഇത് നമ്മുടെ ബന്ധനങ്ങളെല്ലാം തകർത്ത് കളയും, നമ്മുടെ ബന്ധങ്ങളെല്ലാം ഭദ്രമാക്കുകയും ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ കാര്യം നമുക്കൊന്ന് കേൾക്കാം. സുഭാഷിതം 19:17. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. നോക്കണേ, എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. മറ്റെല്ലാ വഴിയും പരീക്ഷിച്ച് പരാജയപ്പെട്ടവർ ഇതിലേക്കൊന്ന് കടന്നു വന്ന് ഏതെങ്കിലും നന്മ പ്രവർത്തികൾ, നിയോഗങ്ങൾ, നമ്മുടെ ഇവിടെ വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ വചനപ്രഘോഷണ മിനിസ്ട്രി ഉണ്ട്. അതുപോലെ തെരുവിലും അനാഥ മന്ദിരങ്ങളിലൊക്കെ കഴിയുന്നവർക്ക് വേണ്ടി ഭക്ഷണം പാക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ പരീക്ഷണ മനോഭാവത്തോടെയെങ്കിലും ഇതിൽ പങ്കു ചേർന്നിട്ടുള്ള, സഹായിച്ചിട്ടുള്ള, ദശാംശങ്ങൾ വഴി സഹായിച്ചിട്ടുള്ള ചിലരൊക്കെ പറഞ്ഞ കാര്യം ഇതാണ്. ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് സഹായിച്ചത്. അതിൽ പിന്നെ കെട്ടഴിച്ചു വിട്ടതുപോലെ ഒത്തിരി മാറ്റം. മറ്റേത് എത്ര പൈസ കിട്ടിയാലും തികയൊന്നുമില്ല എന്ന്. ഇവിടെ തരാൻ വേണ്ടിയൊന്നുമല്ല, നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു നന്മയും ചെയ്യാതിരിക്കുന്നവരുണ്ട്. അവർ ദശാംശം എന്നൊക്കെ പറയുന്നത് നേർച്ചപ്പെട്ടിയിൽ ഇട്ടാൽ ഇങ്ങനെ കിലുങ്ങണ കേൾക്കണം, അല്ലെങ്കിൽ വീഴുന്ന ഒച്ച കേൾക്കണം. ഇപ്പോഴും 5-ൻ്റെയും 10-ൻ്റെയും 100-ൻ്റെ വരെയും തൊട്ടായി കഴിഞ്ഞു. എന്നിട്ടും അവർക്കിപ്പോഴും ആ കിലുങ്ങുന്ന കാശിൻ്റെ ഒച്ച കേട്ടാലേ ഉള്ളൂ. അതുപോലെ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി ആദ്യത്തെ ശമ്പളം ദൈവത്തിന് കൊടുക്കും, അല്ലെങ്കിൽ ദശാംശം കൊടുക്കും എന്നൊക്കെ നേർന്ന് പ്രാർത്ഥിക്കും. കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള അവസ്ഥ. അതുകൊണ്ട് ദൈവത്തെ കൊള്ളയടിക്കുന്നവരായി നമ്മൾ തരം താഴരുത്. ലൂക്ക 6:38 പറയുന്നുണ്ട്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി കവിഞ്ഞ് വീഴും വണ്ണം മടിയിലിട്ട് തരും. പോക്കറ്റിലും കൊള്ളാത്തതാണ് മടിശീലയിൽ നിറക്കുന്നത്, ധാരാളം കൊള്ളും അല്ലേ. അപ്പോൾ യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കാഴ്ചയാണ്. വീണ്ടും പ്രഭാഷകൻ 3:30 പറയുന്നു, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. OET പരീക്ഷ എഴുതാൻ, IELTS പരീക്ഷ എഴുതാൻ ഞാൻ ചോദിച്ചു 5000 ആകുമോ? അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു പഠിപ്പിച്ച 20 രൂപയൊക്കെ ആകും ഒരു പ്രാവശ്യം എഴുതാൻ. അങ്ങനെ പല തവണ 5-ഉം 10-ഉം 15-ഉം തവണയൊക്കെ എഴുതിയവർ
ഉണ്ട്. മാറി മാറി IATS OIT ഒക്കെ പല തവണ എഴുതി ഇതൊക്കെ മാറി നോക്കിയിട്ട് ഒന്നിൽ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ്, അപ്പോൾ ലോൺ എടുത്ത് വരെയും ഇതിലൊക്കെ എഴുതിയവരുണ്ട്, ഇതെൻ്റെ അവസാനത്തെ ചാൻസാണെന്ന് പറയുന്നവരും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ രോഗമില്ലെന്നറിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സംശയിച്ചൊക്കെ ഒത്തിരി ആശാന് കൊടുത്തില്ലേ വൈദ്യന് കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ ഊതിപ്പറത്തി പോകുന്നവരുണ്ട്. നല്ല കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ സംശയ മനസ്ഥിതിയാൽ ഇല്ലാത്തത് സ്ഥിരീകരിക്കാൻ വേണ്ടി വാരിക്കോരി ചിലവൊക്കെ, അതിനൊരു പരാതിയില്ല. പക്ഷേ അങ്ങനെയുള്ളവർ കൊടുക്കുകയുമില്ല. പക്ഷേ കൊടുക്കുന്നവരെ കമൻറ്റ് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നവരും ഒത്തിരി ഉണ്ട്. ചിലപ്പോൾ അയലൊക്കത്ത് അടുപ്പിൽ തീ പോയത്തില്ല, ഇവ IELTS എന്നും പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുക. ഉള്ള ഗൾഫ് ജോലിയും നാട്ടിലെ നേഴ്സിൻ്റെ ജോലിയും 10, 20, 30 അല്ലെങ്കിൽ 1 ലക്ഷമൊക്കെ കിട്ടുന്നത് ഒന്നിലും തൃപ്തിയില്ല, അസംതൃപ്തി എന്ന് പറഞ്ഞ രോഗം. അപ്പോൾ അതെല്ലാം മാറ്റി എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്ത് ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുന്നത് പോലെ ദാനധർമ്മം പാവത്തിന്, വക്കീലിന്, കേസിന്, ഡോക്ടറിന് അത് സർവീസ് എന്നാണ് പറയുന്നത്, ഫീസ് എന്നാണ് പറയുന്നത്. ഒരു കണക്കുമില്ലാതെ വാരിക്കോരി ചിലവാക്കും. ഏറ്റവും കൂടിയതും ഏറ്റവും മെച്ചപ്പെട്ടതിൻ്റെയും പുറകെ പോകും. മണിക്കൂറിന് ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ട്. അതിൽ ഒരു പരാതിയില്ല. 10 രൂപ ധർമ്മം കൊടുത്താൽ അത് മുഴുത്തതായിട്ട് വെച്ചുകൊണ്ട് ഈ വർഗത്തിനൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ കാലത്ത് ഒറ്റെണ്ണവും ശരിയല്ല, ഇവർക്കൊന്നും കൊടുക്കരുത്, എന്തിനോ കൊടുത്തിട്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരുടെ കാര്യം പരുങ്ങലായിരിക്കും. പ്രഭാഷ 29:12 പറയുന്നുണ്ട്, ദാനധർമ്മമായിരിക്കട്ടെ നിൻ്റെ നിക്ഷേപം, എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും. ഒരു 10 രൂപ മരിച്ചവർക്ക് വേണ്ടി അനത ചൊല്ലാൻ പോലും കൊടുക്കാത്ത ഒരു കുടുംബം വലിയൊരു തകർച്ച കടന്നു വന്നപ്പോൾ ആ അപ്പം ഭയങ്കര പിശുക്കനാണ്, ഒരുപാട് സമ്പത്തുണ്ട്, ഇതിന് പള്ളീനെയും സഭേനെയും നേർച്ചേനെയും ദശാംശത്തിനെയും കുറ്റം പറയാല എപ്പോഴും ഇയാക്കടെ പരിപാടി. പക്ഷെ കുടുംബത്തിൽ വായാമനസ്സറിയാത്ത വലിയൊരു തിന്മയും ഒരു അപവാദവും സ്വന്തം മകനെ പ്രതി ഉണ്ടായി. ഇനി നാണം കെടാനൊന്നുമില്ല, പോലീസും കേസും കോടതി, ഒരു അപവാദം ഉണ്ടായതാണ്. അതോടുകൂടി ഈ മനുഷ്യൻ കെട്ടഴിച്ചു വിട്ടതുപോലെ ഒത്തിരി പ്രാച്ചിത്ത പരിഹാര കർമ്മങ്ങൾ. അയാൾ ഏത് കാര്യത്തെക്കുറിച്ച് തിന്മയെന്നും വെറുത്തും പറഞ്ഞിരുന്നോ മാറ്റം വന്ന സംഭവം എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ബ്രദർ ഇഞ്ഞിവിടെ വരുമോ ഇല്ലയെന്ന് അറിയില്ല, ഒരു 10 രൂപ ആത്മീയ കാര്യങ്ങൾ ഒരു വണ്ടിക്കാശ് പോലും തരൂല, ഇട്ടുമൂടാൻ മാത്രം ഉണ്ട്. പക്ഷേ ഇയാൾക്ക് കുറേ തെറ്റായ ബോധ്യങ്ങളുണ്ട്. അത് തെറ്റായ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ തർക്കിക്കുന്ന കൂട്ടുകാരിൽ കൂടെയൊക്കെ വന്നതായിരിക്കാം. ഞാൻ പറഞ്ഞു വിശദീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്തായാലും ഒരുപാട് നാളൊന്നും മുന്നോട്ട് പോയില്ല. അത്ഭുതകരമായ മനസ്സാന്തരം. എൻ്റെ അടുത്ത് തന്നെ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാനൊക്കെ കണ്ണുനീര് കണ്ട സഹിക്കൂല ദൈവമേ. പക്ഷേ അവസാനം അതെല്ലാം തള്ളിപ്പോയി, മാറ്റങ്ങളുണ്ടായി. അപ്പനും അമ്മയും വളരെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലേക്കും ദാനധർമ്മത്തിലേക്കൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങൾ വന്നത് ഓർക്കുകയാണ്. അപ്പോൾ 2 കൊറിന്തോസ് 8:11-12 താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവിൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഉദാരമായിട്ട് നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആധ്യാത്മികതയുടെ 3 പില്ലേഴ്സാണ് ഇവയെല്ലാം. സോബിത്ത് 4:21 പറയുന്നുണ്ട്, മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നൊഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. അതുകൊണ്ട് ദരിദ്രർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ലൂക്ക 6:20-21 പറയുന്നുണ്ട്, അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരേ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശക്ക് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. അതുകൊണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ ലൂക്ക 6:20-21 മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താ? ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും നല്ല സമൃദ്ധിയിലും സമ്പന്നതയിലും ജീവിക്കാൻ വേണ്ടത് ഇവിടെയുണ്ട്. മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളത് ഇവിടെയുണ്ട്, അത്യാർത്തിക്കുള്ളത് ഇവിടെ ഇല്ല. 6 അടി മണ്ണ് എല്ലാവർക്കും കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വാരിക്കൂട്ടുന്നതിനും വെട്ടിക്കൂട്ടുന്നതിനും ഒരു കണക്ക് വേണ്ടേ? വെട്ടിക്കൂട്ടി പിടിച്ചു പറിച്ച് അല്ലെങ്കിൽ സ്വാർത്ഥത കാണിച്ച് വ്യഗ്രത കാണിച്ച് വിശ്രമമില്ലാതെ പ്രാർത്ഥനയില്ലാതെ അവസാനം എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥനയും ആത്മീയതയും ദൈവകാര്യങ്ങളുമായിട്ട് ഓടുന്ന അവസ്ഥ. ഇതെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്ത് ജീവിച്ചുകൂടെ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ആധ്യാത്മികതയുടെ 3 തൂണുകൾ, ഉപവാസം, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഇവയെ മുറുകെ പിടിച്ചുകൊണ്ട്
3 സെൻട്രൽ പില്ലേഴ്സ് ഓഫ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികയുടെ 3 പ്രധാനപ്പെട്ട തൂണുകളാണ്. മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. മനുഷ്യരെല്ലാം വാങ്ങുന്നതിൽ തൽപരരാണ്, എന്നാൽ കൊടുക്കുന്നതിൽ എല്ലാവർക്കും മടിയാണ്. അതുകൊണ്ടാണ് യഹൂദരുടെ ഇടയിൽ മോശയുടെ കാലം മുതൽ ലഭിക്കുന്നതിൻ്റെയും നേടുന്നതിൻ്റെയും എല്ലാം കൃത്യമായ ദശാംശം മാറ്റിവെച്ച് നൽകാനുള്ള നിയമം പോലും ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. അതിന്ന് ക്രിസ്തീയ സഭയിലും കൃത്യമായിട്ട് ദശാംശം മാറ്റിവെക്കണമെന്നുള്ള ഒരു പ്രബോധനങ്ങളും വചനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പങ്കുവെപ്പിൻ്റെ ആ ഒരു മനോഭാവം, ഒരു യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം അതിനുവേണ്ട അനുഗ്രഹവും കൃപയും എല്ലാവർക്കും നൽകട്ടെ. ഈ വചനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറച്ചു നിന്ന് യഥാർത്ഥമായ ഉപവാസത്തിൽ, യഥാർത്ഥമായ ദാനധർമ്മത്തിൽ, ചിലരൊക്കെ പറയും എല്ലാം മാറ്റിയിടുന്ന ദശാംശമൊക്കെ, പക്ഷേ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് ആദ്യം തോണ്ടിയെടുക്കും. അത് അതിനേക്കാൾ വലിയ കഷ്ടം. അപ്പം മാറ്റങ്ങളൊക്കെ വരുത്തി ഇനി പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകാം. അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതാണ്. ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ അയക്കുക. ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ ദൈവം നിങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. സെയിൻറ്റ് മേരീസ് പ്രേമശ്രീയുടെ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് പങ്കുചേരാം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രി കഴിഞ്ഞ 34 വർഷമായിട്ട് മുഴുവൻ സമയ സുവിശേഷ ശുശ്രൂഷകളിൽ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ്. ഈ ടീമിന് വേണ്ടി, ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.